രാവിലെ നല്ല കാറ്റും ചാറ്റൽ മഴയൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ. ഇതേ കണ്ടോ ഞങ്ങളുടെ ആറ്, വീടിൻ്റെ താഴ്വശത്തുള്ള ആറാട്ടോ. രാവിലെ ഉറക്കം എണീറ്റ് പാലിൻ്റെ പൈസ കൊടുക്കാൻ പോവാട്ടോ. 15 ദിവസം കൂടുമ്പോഴാണേ നമുക്ക് പാല് വാങ്ങുന്ന വീട്ടിൽ പൈസ കൊടുക്കാറുള്ളത്. അപ്പം ഈ മാസം ഇതുവരെ കൊടുത്തിട്ടില്ല. എന്നാൽ പിന്നെ രാവിലെ അതുകൊണ്ട് കൊടുത്തിട്ട് വരാമെന്ന് കരുതി. ഇത് നമ്മുടെ ഇൻസ്റ്റഗ്രാം റീലിൽ അന്ന് ഞാൻ കാണിച്ച റെയിൽവേ പാളം ആട്ടോ. ഒരു റീലിൽ കാണിച്ചില്ലേ, ആ റെയിൽവേ ട്രാക്കാണിത്. നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ താഴെ ഇറങ്ങുമ്പം താഴെ ആറാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് പാലത്തിൽ കൂടെ കയറി പാസ് ചെയ്ത് വരുമ്പോൾ റോഡാണ് കേട്ടോ, നാഷണൽ ഹൈവേ. അതിൻ്റെ മേൽഭാഗത്താണ് ഈ റെയിൽവേ പാളം ഉള്ളത്. ഇതുവഴി നടന്ന് വേണം പാല് വാങ്ങുന്ന വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടേക്ക് നടക്കുകയാണേ. രാവിലെ ഈ റെയിൽവേ ട്രാക്കിൽ കൂടി ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. വല്ല ട്രെയിനും വരുന്നത് വരെ ഉണ്ടാവുള്ള രസം. ട്രെയിനിൻ്റെ ശബ്ദമൊന്നും കേൾക്കാത്തതുകൊണ്ട് ധൈര്യമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് കേട്ടോ. ആണോ? പക്ഷെ ഇതൊരു വെറൈറ്റി ചെടിയാട്ടോ, നല്ല രസമുണ്ട്. ചട്ടി സെറ്റാക്കാം. പാല് വാങ്ങുന്ന വീടാട്ടോ ഇത്. അവിടെ നല്ല ഭംഗിയുള്ളൊരു ചെടിത്തട്ടിയിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന കണ്ടിട്ട് ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടെ ആൻറ്റീന്ന് ചോദിച്ചപ്പോൾ ആൻറ്റി ഓടി വന്ന് അതിൻ്റെ 3 തണ്ട് ഒടിച്ച് എൻ്റെ കയ്യിൽ തന്നു. നല്ല ഭംഗിയുള്ള പൂക്കളാ, വീട്ടിൽ കൊണ്ട് നട്ടു വെച്ചോന്ന് പറഞ്ഞിട്ട്. അവിടെ കണ്ട പാഷൻ ഫ്രൂട്ടാട്ടോ ഇത്. നല്ല ബൾബ് കിടക്കുന്ന പോലില്ലേ, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഈ വീട്ടിൽ നിന്ന് ഇത്രയ്ക്കുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ റെയിൽവേ പാളത്തിലേക്ക്. ഇവിടെ നിന്നാൽ ട്രെയിൻ പോകുന്ന നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റും. വഴിയോരത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയേക്കാം കേട്ടോ. നമുക്കിതാ ഈ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ബൗളിൽ ആ ചെടി നടാം. ആൻറ്റി തന്നില്ലേ ആ പൂച്ചെടി. ആ ബൗളിൽ കുറച്ച് മണ്ണും ചാമ്പലും ചാരമില്ലേ അടുപ്പിൽ, അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ആ ചെടി നട്ടത്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് അല്ല, പക്ഷെ തൽക്കാലം നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഇവനെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്താം കേട്ടോ. അങ്ങനെ നമ്മുടെ പൂച്ചെടി നടിയിലൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത് നമുക്ക് കുളിച്ച് റെഡിയായി ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകണം കേട്ടോ. ഇന്ന് ക്ലാസ് ഉള്ള ദിവസമാണേ. സാധാരണ എന്നും ഈ കണ്ണാടിയിൽ എന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ലുക്കായിട്ടൊക്കെ തോന്നാറുണ്ട്. ഇന്ന് എന്തോ ഒരു മിസ്സിങ് ഇല്ലേ? നോക്കിയേ, എൻ്റെ ഫേസിൽ എന്തോ ഒരു വോൾട്ടേജ് കുറവില്ലേ? വോൾട്ടേജ് വരുത്താനായിട്ട് ഇത്രയും നാൾ ട്രൈ ചെയ്യാത്തൊരു മോഡൽ കമ്മലൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഈ മോഡൽ കമ്മൽ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? ചേരുന്നുണ്ടോ? കമ്മലൊക്കെ ഇട്ടു, എന്നിട്ടും എന്തോ ഒരു കുറവില്ലേ?
ഒരു ചിരിയുടെ കുറവുണ്ടല്ലേ മുഖത്ത്. ഞാൻ എന്തിനാ ഈ മുഖം വീർപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ഒന്ന് ചിരിച്ചൂടെ? ചിരിച്ചേ. ആ, പോരാ, എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഡെയിലി റുട്ടീൻ ഉള്ള കണ്ണാടിയിൽ മൊത്തം പോയി ഫാഷൻ ഷോ കാണിക്കുക, നമ്മളെ തന്നെ നമ്മൾ നോക്കി ഒന്ന് തൃപ്തിപ്പെടുക, ഒന്ന് ചിരിക്കുക. അങ്ങനെ ഫാഷൻ ഷോയും ചിരിയും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ദേ ഞങ്ങളുടെ ഡ്രൈവിംഗ് ക്ലാസ് നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതതിൻ്റെ അടുത്തുള്ള തടി ഡിപ്പോയാണേ. ക്ലാസ്സിന് കയറുന്നതിന് മുമ്പ് ഓടിപ്പോയത് ക്യാൻറ്റീനിലോട്ടാട്ടോ. ദേ ഈ സാധനം വാങ്ങാൻ, മൈസൂർ പാക്ക്. ഹലോ ഗൈസ്, ഇതാണ് ആനവാലി. ഇന്ന് 4 വീലർ മാത്രമേ ഉള്ളായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് ക്ലാസ് കഴിഞ്ഞു. പഴയ പോലെ വിൻഡോ സീറ്റിലിരുന്ന് യാത്രയൊക്കെ കണ്ട് നേരെ വീട്ടിലെത്തിക്കഴിഞ്ഞൊരു സംഭവം ഉണ്ടായി കേട്ടോ. എനിക്കൊരു സാധനം കിട്ടി ഗൈസ്. നമ്മുടെ വീട്ടിൻ്റെ പുറകിൽ തേക്കിൻ്റെ ഫോറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അവിടെ തൂത്തുവാരി ചപ്പൊക്കെ കളയാൻ പോയപ്പോൾ ഒരു സാധനം കിട്ടി. അതെന്തെന്ന് കാണിച്ചു തരട്ടെ. ഇത് നാച്ചുറൽ മഷ്റൂമാണ് കേട്ടോ, ഒരു ആർട്ടിഫിഷ്യലും അല്ല, നേച്ചേഴ്സ് ഗിഫ്റ്റാണ് കേട്ടോ. അതായത് ഇടി പൊട്ടുമ്പം ഭൂമിയിലുണ്ടാവില്ലേ കുമിള്, ആ സാധനമാണ് ഇത്. ഭക്ഷ്യയോഗ്യമായിട്ടുള്ളതുണ്ട്, വിഷാംശമുള്ളതുണ്ട്. ഇത് ഭക്ഷ്യയോഗ്യമാണെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ വൈഫ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ തോരൻ ആ കുമിള് വെച്ചുണ്ടാക്കിയ സാധനമാണിത്. നല്ല അസാധ്യ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഉഗ്രനായിരുന്നു. അപ്പോൾ കിട്ടിയ കുമ്പളൊക്കെ തോരൻ വെച്ച് കഴിച്ചിട്ട് ഞാൻ ദേ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ബൈ ഗൈസ്.